കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൽ കുംഭമേള ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല രീതിയിൽ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. കേരളത്തിൽ മലപ്പുറത്ത് കുംഭമേള അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം ആളുകൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ വർഗീയത മാത്രം നിറഞ്ഞു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുംഭമേളയിൽ ഇപ്പോൾ മതേതരത്വം അല്ലെങ്കിൽ സമാധാനം മാത്രമാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. ഇത് കുംഭമേളയല്ല, ഇത് കുംഭമേള മാതൃകയിൽ സംഘടിപ്പിക്കുന്ന മക മഹോത്സവമാണ്. മക മഹോത്സവം മാഘമാസത്തിലെ മകം നാളിൽ നടക്കുന്ന മഹോത്സവമാണ്. ഇതിന് ഒരുപാട് വിശ്വാസത്തിൻ്റെതായ ചരിത്രങ്ങളുണ്ട്. മലപ്പുറം ജില്ല, ചിലരുടെയൊക്കെ വിചാരം മലപ്പുറം ജില്ലയിൽ ഇസ്ലാം മത വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അവിടെ വലിയ വർഗീയതയ്ക്ക് കോപ്പുകൂട്ടുന്ന സ്ഥലമാണ്. അവിടെ ഹൈന്ദവ ജനതയെ താമസിക്കാൻ അനുവദിക്കാത്ത, ഹൈന്ദവ ജനതയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇസ്ലാം മത വിശ്വാസികളുള്ള നാടാണ് മലപ്പുറം എന്നൊക്കെ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ ചില ദുഷ്ടശക്തികൾ അങ്ങനെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. സത്യത്തിൽ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട, മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന, മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഹൈന്ദവ ജനതയും ക്രൈസ്തവ ജനതയും ഇസ്ലാം മത വിശ്വാസികളായ ഇസ്ലാം ജനതയും ഒരേ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാട് തന്നെയാണ് മലപ്പുറം. ഇനി ഹർഷ പറഞ്ഞതുപോലെ കുംഭമേള, കേരള കുംഭമേള നടത്തില്ല എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുംഭമേളയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പാലം നിർമ്മാണം നടന്നിരുന്നു. ഒരു താൽക്കാലികമായ ഒരു പാലം, അതായത് ഈ ഇങ്ങേക്കരയിൽ നിന്ന് മണൽത്തിട്ടയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു താൽക്കാലിക പാലം. അപ്പോൾ ഈ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ഒരു പേപ്പർ ഇവിടെ കിട്ടിയിരുന്നു. അത് അനാവശ്യമായിരുന്നു, അത് വേണമെങ്കിൽ പുനഃപരിശോധിക്കേണ്ടതായിരുന്നു. പിന്നീട് ജില്ലാ കളക്ടർ കൃത്യമായ അനുവാദം കൊടുത്തു. അവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാഘ മഹോത്സവത്തിന്റെ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കേരള കുംഭമേളയുടെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. പ്രചരണാർത്ഥം അതിന്റെ ആരംഭത്തിന് വേണ്ടുന്ന മഹാമേരു, ദേവീ സങ്കല്പത്തിലുള്ള മഹാമേരു ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് തമിഴ്നാട്ടിലാണ്. അവിടെ നിന്ന് ഘോഷയാത്രയായി ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി, രഥഘോഷയാത്രയാക്കി കേരളത്തിലേക്ക് എത്തിക്കാൻ, ഏതാണ്ട് 21-22 കൂടി അവിടെ എത്തി പ്രതിഷ്ഠ ചെയ്യാനായിരുന്നു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഇത് തമിഴ്നാട്ടിൽ ഇതിനു വേണ്ടുന്ന പ്രാരംഭിക പൂജകൾ ആരംഭിച്ചു. രഥം അലങ്കരിക്കപ്പെട്ടു. ഈ മഹാമേരു ഞാൻ പോയി കണ്ടിരുന്നു. ഇവിടെ കാലടിയിൽ എത്തിയിരുന്നു. കാലടിയിൽ നിന്നാണ് ആ രഥത്തിൽ അത് വെച്ച് കൊണ്ടുപോകുന്നത്. മറ്റേ അലങ്കാര പണികളെല്ലാം തീർത്ത് അവിടെ നിന്ന് ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് തമിഴ്നാട് സർക്കാർ ഈ രഥയാത്രയ്ക്ക് അനുവാദം നിഷേധിച്ചു. മഹാമേരു രഥത്തിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ടി വന്നു. അത് പാലക്കാട് ബോർഡർ കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും രഥയാത്രയായി തന്നെ ഇവിടേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി സംഭവം എന്താണ്? മലപ്പുറത്ത് കുംഭമേള നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഈ മലപ്പുറം എന്തോ വർഗീയ ശക്തികളുടെ കേന്ദ്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്, അവിടേക്ക് ഹൈന്ദവ ജനത, സ്വാമിമാർ, കാഷായ വസ്ത്രധാരികളായ ആളുകളൊക്കെ അവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ അവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ ഇതിനെ തടുക്കുമെന്നും അവിടെ ഒരു വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുമെന്നും ഒക്കെയാണ് ആളുകൾ പറഞ്ഞു വരുന്നത്. ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായാൽ അത് വിറ്റ് വാർത്തയാക്കാൻ ഒരു കൂട്ടം ദുഷ്ടശക്തികൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. സ്വാഭാവികമായിട്ട് ഇത് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഈ വർഗീയത എന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെ, അല്ല ഏത് മതത്തിൻ്റെതായാലും അത് മോശം തന്നെയാണ്. അത് ഹൈന്ദവ വർഗീയതയായാലും ഇസ്ലാമിക വർഗീയതയായാലും ക്രൈസ്തവ വർഗീയതയായാലും. സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ ഒരു മുസ്ലിം മതപണ്ഡിതനോ ഒരു ക്രൈസ്തവ മതപണ്ഡിതനോ ഇതിനെതിരെ ഒരു വാക്കും വേണ്ടിയിട്ടില്ല, ഒരു ജനതയും വേണ്ടിയിട്ടില്ല. നമ്മുടെ സഹോദരങ്ങളായ പല യൂട്യൂബർമാരും അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ അവിടെ തലയിൽ തൊപ്പി ധരിച്ച, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള ഇസ്ലാം മത വിശ്വാസികളായ ആളുകൾ പറയുന്നത് എന്താ, അവർ വരട്ടെ, അവർ വന്ന് നല്ല രീതിയിൽ അവരുടെ പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് മടങ്ങിപ്പോകട്ടെ, ഞങ്ങളുടെ നാടിന്റെ പ്രശസ്തിയും ഖ്യാതിയും മറ്റിടങ്ങളിലേക്ക് പരക്കട്ടെ എന്ന് തന്നെയാണ് അവിടെയുള്ള ഇസ്ലാം മത വിശ്വാസികളായ ആളുകൾ പറയുന്നത്. മീഡിയ വൺ ചാനലിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ ഒരു ചർച്ച നടന്നു. അതിൽ പറയുന്നത് എന്താണ്, കുംഭമേള മലപ്പുറത്ത് നടന്നാൽ മലപ്പുറത്തുകാർ ചിന്തിക്കുന്നത് കുലുക്കി സർബത്തും ബ്രെഡ് പാക്കറ്റും വിൽക്കാൻ എന്താണ് വഴി, എവിടെയാണ് സ്റ്റാൾ ഇടേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനതയാണ് മലപ്പുറത്തുള്ളത്. സത്യമാണ്. ആ കാര്യത്തോട് ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിലെ പല ചർച്ചകളോടും നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ പോലും ആ ചർച്ച കൃത്യമായിരുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തെ ജനത ചിന്തിക്കുക എന്താ, ഇനി ഒരു 10-15 ദിവസം ഇവിടെ പരിപാടി നടക്കുകയാണ്, വലിയ രീതിയിൽ ജനക്കൂട്ടം വരും, അവർക്ക് വെള്ളവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കണം. അവിടെ പോയിട്ട് ആരും ചിക്കൻ സമൂസ കൊടുക്കാൻ നിൽക്കില്ലാന്നേ, അവിടെ പോയിട്ട് ആരും ബീഫ് ബിരിയാണി വിളമ്പാൻ നിൽക്കില്ല, അവിടെ പോയി ആരും ഫിഷ് മോളി വിളമ്പാൻ നിൽക്കില്ല. അവരവിടെ കൊടുക്കുക പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരം തന്നെയായിരിക്കും. വളരെ നല്ല രീതിയിൽ ആചാരപരമായ വിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കും നിൽക്കുക. ഈ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാടാണ് മലപ്പുറം, മറന്നു പോരുതാരും. എത്രയോ ക്ഷേത്രങ്ങൾ, പുരാതനമായ ക്ഷേത്രങ്ങൾ ഇന്നും പുരാതനമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന, ആരാധന നടത്തിപ്പോകുന്ന നാടാണ് മലപ്പുറം. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഷൂട്ടിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് പലരെയും കാണാൻ ചെല്ലുമ്പോൾ പല ക്ഷേത്രപ്പറമ്പിലൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഷൂട്ട് സെറ്റ് ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ
ഈ ഞങ്ങളുടെയൊക്കെ തെക്കൻ കേരളത്തിലുള്ള വിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് വലിയ വിശ്വാസവും ആചാരപരമായ കാര്യങ്ങളും സംരക്ഷിച്ചു പോരുന്ന ക്ഷേത്ര സമുച്ചയങ്ങൾ നിലനിൽക്കുന്ന നാടാണ് മലപ്പുറം. ആ മലപ്പുറത്ത് ഈ പറയപ്പെടുന്ന തിരുനാവായയിൽ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ഇനി ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് സ്വാമി ആനന്ദവനം സ്വാമിയാണ്. ഈ ആനന്ദവനം സ്വാമിക്ക് വർഗീയ താല്പര്യങ്ങളോ വർഗീയ ലക്ഷ്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെയും ആരും ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് മലപ്പുറം തിരഞ്ഞെടുക്കപ്പെടുന്നു, എന്തുകൊണ്ട് തിരുനാവായ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നു, കേരളത്തിൽ ഒഴുകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒഴുകുന്ന ഒരേ ഒരു പുഴയ്ക്ക് മാത്രമാണ് ഭാരതപ്പുഴ എന്ന് പേരുള്ളത്. അതിന് അത്രത്തോളം എന്തുണ്ട്, ചരിത്ര പ്രാധാന്യമായ വിശ്വാസപരമായ വിശ്വാസത്തിന്റെ ഘടകങ്ങളുണ്ട്. അവിടെ നടന്നിരുന്ന വലിയ മഹോത്സവമായിരുന്നു ഈ പറയപ്പെടുന്ന മാഘമാസത്തിലെ മകന്നാളിൽ നടക്കുന്ന ഉത്സവം. അത് മാമാങ്കവും അല്ല കേട്ടോ. ഇനി ആളുകൾ അങ്ങനെ ധരിക്കുന്നുണ്ട്, നിലപാട് തറയും ഒക്കെ ഈ നിലാതീരത്താണുള്ളത്. അവിടെ നിന്ന് ഈ പിന്നെ പടയാളികൾ വെട്ടിമരിച്ച അതിന്റെ ഓർമ്മയ്ക്ക് നടത്തുന്ന മാമാങ്കമൊന്നും അല്ലാതെ. ഈ മാമാങ്കത്തിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ മാഘമക മഹോത്സവത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനതൊന്നും പറയാൻ ആളല്ല. ഞാനെങ്കിലും ഹൈന്ദവ പണ്ഡിതന്മാരിൽ നിന്ന് ചരിത്രാന്വേഷികളിൽ നിന്ന് സംസാരിച്ച് കേട്ടറിഞ്ഞ അറിവ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇന്നിന്റെ കാലത്ത് ഒരു ഡോക്ടറേറ്റ് എടുക്കണം, PhD എടുക്കണം, എന്താ ചെയ്യുക? നമ്മൾ പ്രബന്ധങ്ങൾ എഴുതി, നമ്മളതിൽ റിസർച്ച് നടത്തി പ്രബന്ധങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. അതിന് വേദികൾ ഇന്നുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. പണ്ടത്തെ കാലത്ത് അത്തരം വേദികളില്ല. അങ്ങനെ രാജ്യത്തെ പണ്ഡിതന്മാർ ഒത്തുകൂടിയിരുന്ന സ്ഥലമായിരുന്നു നീളാതീരം. ഈ മാഘമഹ മഹോത്സവത്തിനായിരുന്നു അവരുടെ പ്രബന്ധങ്ങൾ അവർ ഒരുപക്ഷെ തുണിയിലോ അല്ലെങ്കിൽ പിന്നെ ഈ നാരായം കൊണ്ട് ഓലയിലോ എഴുതിയ പ്രബന്ധങ്ങളുണ്ട്. ഇത് അവതരിപ്പിക്കലും ഇതിന്മേലുള്ള ചർച്ചകളും നടന്നിരുന്ന സ്ഥലമാണ്. അത് നടത്തിയിരുന്ന ഉത്സവമാണിത്. അതാണ് ഇതിന്റെ ഏറ്റവും ചരിത്ര പ്രധാനമായ ഘടകം എന്ന് പറയുന്നത്. ഇത് പിന്നീട് കാലാന്തരത്തിൽ അത് രക്തം ചൊരിയുന്ന മാമാങ്കമായി മാറി. എങ്കിലും അതിനൊരു വിശ്വാസത്തിന്റെ അടിത്തറയുണ്ട്. ഈ മാഘമഹ മഹോത്സവം ആദ്യമായല്ല കേട്ടോ അവിടെ ആഘോഷിക്കുന്നത്. വർഷാവർഷം അവിടെ ആ ക്ഷേത്രത്തിൽ ഇത് ആഘോഷിച്ചു പോരുന്നതാണ്. ഇത്തവണ അതിന് മറ്റൊരു മാനം നൽകുന്നു. കാരണം എന്താണ്, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത് നടക്കുന്നത്. സ്വാഭാവികമായും ഉത്തർപ്രദേശ് സർക്കാർ ഈ പറയപ്പെടുന്ന മഹാകുംഭമേള കൊണ്ട് നേടിയ കോടികളുടെ കണക്കുണ്ട്, അവരൊരുക്കി കൊടുത്ത സംവിധാനങ്ങളുടെ ഒരു കണക്കുണ്ട്, അവിടേക്ക് ഒഴുകിയെത്തിയ തീർത്ഥാടകരുടെ ഒരു കഴിവുണ്ട്. അവിടെ എത്തിയത് ഈ കാഷായ വസ്ത്രം ധരിച്ച, രുദ്രാക്ഷം ധരിച്ച, ഭസ്മം ധരിച്ച സ്വാമിമാര് മാത്രമൊന്നുമല്ല കേട്ടോ. കേരളത്തിൽ നിന്ന് എത്രയോ പേർ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്ന് പോയി. ട്രെയിനുകളെല്ലാം തിരക്കായിരുന്നു, ബസ് വിളിച്ചു പോയവർ, കാർ വിളിച്ചു പോയവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അന്യ ദേശങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളായ ആളുകൾ വന്നു. ഈ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ ഈ പറയപ്പെടുന്ന മഹാകുംഭമേള കാണാൻ വന്നു. ആ മഹാകുംഭമേളയുടെ മിനിയേച്ചർ ഫോമായി കേരള കുംഭമേള നടക്കുമ്പോൾ കേരള സർക്കാരിനെ ഞാൻ മണ്ടന്മാരെന്ന് വിളിക്കും. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പിനെ, കേരളത്തിന്റെ ടൂറിസം വകുപ്പിനെ, കേരളം ഭരിക്കുന്ന സർക്കാരിനെ മണ്ടന്മാരെന്ന് വിളിക്കേണ്ട കാര്യം, ഈ പരിപാടി ഒന്ന് ബ്രാൻഡ് ചെയ്താലുണ്ടല്ലോ കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ പോരുന്നത് കോടികളാണെന്നേ. നിങ്ങൾ അവിടെ പാലം പണിക്ക് അനുമതി നിഷേധിക്കുകയല്ലായിരുന്നു വേണ്ടുന്നത്. സർക്കാരിന്റെ നേതൃത്വത്തിലൂടെ പാലം കെട്ടിക്കൊടുക്കണമായിരുന്നു. ഇത് ബ്രാൻഡ് ചെയ്യണമായിരുന്നു. സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നതിന്റെ അനന്ത സാധ്യതകളെ മനസ്സിലാക്കണമായിരുന്നു. ഈ പറയപ്പെടുന്ന കുംഭമേളയ്ക്ക് എത്തുന്ന ആളുകൾക്ക് അവിടുത്തെ ഇസ്ലാം മതത്തിന്റെ ചരിത്രവും ക്രൈസ്തവ മതത്തിന്റെ ചരിത്രവും മലബാറിന്റെ ഹൈന്ദവ മതത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ ഹൈന്ദവ മതത്തിന്റെ ചരിത്രവും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന പാക്കേജുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികൾ എത്തിക്കാനുള്ള വഴികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന സർക്കാരുകളെങ്കിലും അത് മാനിക്കണം. ഇനി നോക്കൂ, ഇപ്പൊ KSRTC വലിയ ലാഭത്തിലാണ്. KSRTC ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു. KSRTCക്ക് ഒരുപാട് പുതിയ ബസ്സുകൾ വരുന്നു. KSRTCയുടെ ശമ്പള കുടിശ്ശികൾ തീർക്കുന്നു, കൃത്യമായി ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. വലിയ എന്തുകൊണ്ടാണ് ശബരിമല എന്ന് പറയുന്ന ഒരു സീസൺ വന്നു. ശബരിമലയിലൂടെ കോടികൾ. അതുകൊണ്ട് മാത്രമൊന്നുമല്ല KSRTCയുടെ മാനേജ്മെന്റിൽ അടിപിടി ഉണ്ടായ മാറ്റം. ശബരിമല ഒരു വലിയ ഫണ്ട് സ്രോതസ്സായി KSRTCക്ക് മാറി. ഇവിടെ എന്തോ സംഭവിക്കാൻ പോണേ? ഈ കേരള കുംഭമേള എന്ന് പറയുന്ന മഹാമാഘ മഹോത്സവം തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. പല കോണുകളിൽ നിന്നായി ജനങ്ങൾ അവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും വരുന്ന കാഷായ വസ്ത്രധാരികൾ മാത്രമൊന്നുമല്ല. കേരളത്തിന്റെ, തമിഴ്നാടിന്റെ, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലബാറിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷോപലക്ഷം തീർത്ഥാടകരുണ്ട്. ഈ തീർത്ഥാടകർക്ക് ആവശ്യമായ വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതോടുകൂടി, KSRTC അറേഞ്ച് ചെയ്യുന്നതോടുകൂടി, KSRTC സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിലൂടി നിങ്ങൾ സ്പെഷ്യൽ ഫെയർ മേടിച്ചോന്നേ, 100 രൂപ ടിക്കറ്റ് നിങ്ങൾ 200 രൂപ മേടിച്ചോ. ഈ പറയപ്പെടുന്ന നിളാതീരത്തേക്ക് നിങ്ങൾ വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ KSRTCയുടെ ഖജനാവിലേക്ക്, അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്ന കോടികളുണ്ട്, ലാഭവിഹിതമുണ്ട്, സാധ്യതകൾ ഒരുപാടുണ്ട്. അല്ലാതെ ഇവിടെ മലപ്പുറത്ത് കൊണ്ടുപോയി കുംഭമേള നടത്തിയാൽ അത് ഇസ്ലാം മതത്തിന് ഇഷ്ടപ്പെടില്ലെന്നോ, ക്രൈസ്തവ മതത്തിന് ഇഷ്ടപ്പെടില്ലെന്നോ, ഹൈന്ദവർക്ക് ഇഷ്ടപ്പെടില്ലെന്നോ, ഇവർ തമ്മിൽ തന്നെ ചാവുമെന്നോ ഒക്കെ പറയുന്നത്, അതാണ് ഏറ്റവും വലിയ വർഗീയത. അത് പറയുന്നത് ഇവരുടെ കൂട്ടത്തിൽ ഇവരറിയാതെ ഒളിഞ്ഞു നിൽക്കുന്ന ചില ദംഷ്ടകളുള്ള ആളുകളുണ്ട്. പറയാതിരിക്കാൻ വയ്യ. അവർക്കാണിത് നടന്നു കാണേണ്ടത്. അത് പല ആളുകളുടെയും സംസാരം കേൾക്കുന്നത് അവരാഗ്രഹിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒന്ന് നടന്നിരുന്നെങ്കിൽ. ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഈ വരുന്ന ആളുകളെയും
ഈ ഈ പറയപ്പെടുന്ന ചടങ്ങുകൾ നടത്തുന്ന ആളുകളെയും അവിടുത്തെ ജനതയെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്.